കൂട്ടിവെക്കുന്നവരും ദിവസങ്ങളും വർഷങ്ങളും ജീവിക്കാൻ സുഖിച്ചു ജീവിക്കാൻ സമ്പത്തുള്ളവനും എല്ലാം അവന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു മുണ്ടും മേൽത്തട്ടോ മാത്രമായി ധരിക്കുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഒരാൾക്കും പ്രത്യേക പവറില്ല. അത് മദീനയുടെ രാജാവായാലും സൗദിയുടെ രാജാവായാലും ഹജ്ജിന്റെ ഉള്ളിലേക്ക് കടമയിലേക്ക് കർത്തവ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് അത് സൗദി രാജാവായാലും ശരി തന്നെ അവൻ ധരിക്കേണ്ട അവസരവും മുണ്ടും മേൽത്തട്ടമാണ്. ലോകത്തിലേക്ക് കൊടുക്കുന്നു ഹ്യൂമനോട്ടിയ മനുഷ്യന്റെ ഐക്യമാണ്. അതെ, അതുപോലെ തന്നെ എത്ര വലിയ കോടീശ്വരനായാലും AC ഇല്ലാതെ AC ഒഴിഞ്ഞ് ജീവിക്കാത്ത വലിയ സമ്പന്നനായ മനുഷ്യൻ ആ ഹറമിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഹറമിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്യുന്നത് എവിടെയായിരിക്കാം? ആ സമ്പന്നനായ കോടീശ്വരനായ അധികാരവും പവറുമുള്ള സമൂഹത്തിലെല്ലാം നല്ല നിലയുള്ള വലിയ മനുഷ്യനായിരിക്കാം. അവൻ അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമൂഹത്തില് സൊസൈറ്റിയിൽ വലിയ സ്ഥാനമുള്ള മനുഷ്യനാണെങ്കിലും നാളെ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുന്നിലേക്ക് ഒരു മുണ്ടും മേൽത്തട്ടവും ധരിച്ചുകൊണ്ട് അവൻ കടന്നു ചെന്ന് സുജൂദ് ചെയ്യുന്നത് അത് ഏതെങ്കിലും ഒരു ചെരുപ്പ് കുത്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ദരിദ്രന്റെ കാലിന്റെ ചുവട്ടിലായിരിക്കും ഈ സമ്പന്നൻ സുജൂദ് ചെയ്യുന്നത്. ലോകത്തിലേക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ മെസ്സേജ് മനുഷ്യൻ, ഹ്യൂമൻ യൂണിറ്റി, മാനുഷ്യമായ ഐക്യം, മനുഷ്യരെല്ലാം ഒന്നാണെന്ന വലിയൊരു സന്ദേശം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും നീ ഹജ്ജ് എത്തിച്ചു കൊടുക്കുന്നു. വലിയൊരു സന്ദേശമാണ് ഹജ്ജ് കൊടുക്കുന്നത്. ആ ഹജ്ജ് നമ്മുടെ ഉള്ളിൽ തന്നെ വലിയ രീതിയിൽ അത് സോഷ്യലായ ഒരു സാമൂഹികമായ സോഷ്യൽ ബ്യൂട്ടി, ഇസ്ലാമിന്റെ വലിയ സൗന്ദര്യം വിളിച്ചോതുകയാണ്. സോഷ്യൽ ബ്യൂട്ടി ഓഫ് ഇസ്ലാം ഹജ്ജിന്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ എക്സലൻസ്, അത് ഈ ഹജ്ജിന്റെ വലിയ പ്രധാനങ്ങളിൽപ്പെട്ടതാണ്. ഒന്ന് കൾച്ചറൽ എക്സലൻസ്, സാംസ്കാരികമായ പൈതൃകം. ഒരു സംസ്കാരത്തിന്റെ പൈതൃകം, ആ സംസ്കാരം എങ്ങനെയാണ് വിളിച്ച് കാണിച്ചിരുന്നത് ഹജ്ജ് നോക്കിയാൽ കാണാൻ പറ്റും. ആ തവാഫ് ചെയ്യുന്നതിന്റെ ആ ഒഴുക്ക്, ഒരുമിച്ച് ചേർന്ന് ഒത്തുചേർന്ന് തവാഫ് ചെയ്യുന്നതിന്റെ ഒഴുക്ക് കാണിച്ചു തരുന്നു. എല്ലാ വിശ്വാസി ഹൃദയങ്ങളും അറഫയുടെ സംഘത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനം, ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനം അത് അറഫയുടെ മൈതാനിയിൽ സംഗമിക്കുന്ന സംഘമാണ്. അങ്ങനെ തുടങ്ങിയ ഹജ്ജ് ഈ ലോകത്തേക്ക് വലിയ സന്ദേശങ്ങൾ കൈമാറുന്ന ഹജ്ജ്. ആ ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ജമാഅത്തിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പലരും യാത്ര ഉദ്ദേശിക്കുന്നുണ്ട്. പലരും യാത്ര പോയിട്ടുണ്ട്. പലരും യാത്ര പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. യാത്ര തിരിച്ചവരുമുണ്ട്. ആ ഹജ്ജിനെ കൊതിച്ചുകൊണ്ട്, ആ ഹജ്ജിനെ ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അല്ലാഹുമ്മ ർസുഖ് ലനാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബികൽ മുസ്തഫ മുഹമ്മദ്. നിരന്തരം 5 നേരത്തെ നമസ്കാരത്തിൽ ദുആ ചെയ്യുന്നു, സ്വന്തമായി ദുആ ചെയ്യുന്നു, കൂട്ടത്തിൽ ചേർന്ന് ദുആ ചെയ്യുന്നു, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനോട് കൈ ഉയർത്തിക്കൊണ്ട് റബ്ബേ നിന്റെ കഅബാലയത്തിന്റെ കില്ല കാണാൻ, ആ കഅബാലയത്തിന്റെ മുറ്റത്തൊന്ന് എത്താൻ അല്ലാഹുവേ അമ്പൽ കൊള്ളുന്നു, കൊതി കൊള്ളുന്നു. അല്ലാഹു തൗഫീഖ് നൽകണേ നാഥാ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നാഥാ. കൽബ് തെറ്റുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹു സ്വീകരിക്കണം, അവൻ സ്വീകരിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് സമ്പത്തില്ല, ലക്ഷങ്ങൾ മുടക്കിയൊന്നും ഹജ്ജ് ചെയ്യാൻ പോകാനുള്ള സമ്പത്തും അതിന്റെ ഹെൽത്തൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കടമ നിർവഹണം പൂർത്തിയായിട്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പലരും ഹജ്ജിന് വേണ്ടി പോയി, പലരും ഹജ്ജിന് വേണ്ടി യാത്ര പോകാൻ തയ്യാറായി നിൽക്കുന്നു. അതിലുപരി പലരും ഹജ്ജിനെ കൊതിച്ചുകൊണ്ട് എത്രയോ വർഷമായി റബ്ബേ എന്റെ ആയുസ്സിൽ 50 വയസ്സ് കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 കഴിയുന്നു. അല്ലാഹുവേ ആരോഗ്യമുള്ള നല്ല പ്രായത്തിൽ ചെറുപ്പക്കാരന്റെ സമയത്തൊന്നും പറ്റാതെ ആഗ്രഹിച്ചുകൊണ്ട് വെമ്പൽ കൊള്ളുന്ന പലരുമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ മുടക്കം വരണ്ട, പ്രാർത്ഥനകൾ കുറയ്ക്കണ്ട, ചുരുക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു കബൂലാക്കും. തീർച്ചയാണ് ആ ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുന്ന സമയത്ത്
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണർത്താനുണ്ട്. നമ്മൾ നിന്നും അറിയാതെ വരുന്ന കാര്യങ്ങളാവാം. നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി പുണ്യമായ വലിയ അമൽ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി പോകുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്താണ് ആ വിഷയം? നമ്മുടെ നാവിനെ നമ്മൾ വലിയ രീതിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ സമയം ഹജ്ജിനെ ആഗ്രഹിക്കുന്ന സമയമാണ്, പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നമ്മുടെ നാവ് അതിനെ വലിയ രീതിയിൽ ആ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. ഈ നാവ് കാരണം പല പ്രാർത്ഥനയും അല്ലാഹു എടുത്ത് വേസ്റ്റ് ബോക്സിലേക്ക് തള്ളപ്പെടും. വിശുദ്ധമായ ഖുർആൻ നോക്കിയാൽ കാണാം, സൂറത്തുൽ ഹുമസയ്ക്കകത്ത് അല്ലാഹു പറയുന്നുണ്ട്, വൈലുൽ ലികുല്ലി ഹുമസത്തുൽ ഹുമസ അല്ലദീ ജമഅ മാലഹു വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. എന്താണ് അല്ലാഹു ഖുർആനിൽ കൂടി പഠിപ്പിക്കുന്നു? വൈലുൽ ലികുല്ലി ഹുമസത്തുൽ ഹുമസ. വൈലെന്ന് പറയുന്ന ഒരു നരകമുണ്ട്. വൈലെന്ന് പറയുന്ന നരകം അല്ലാഹുവിന്റെ പടപ്പിൽപ്പെട്ട നരകത്തിൽപ്പെട്ട ഒരു പടപ്പാണ് നരകം. വൈലെന്ന് പറയുന്ന നരകം, ആ നരകം ആർക്കുള്ളതാണ്? അല്ലദീ വൈലുൽ ലികുല്ലി, ഒരു മനുഷ്യനെ കുത്തി പറയുന്നവനുള്ളതാണ്, കളിയാക്കുന്നവനുള്ളതാണ്. നാവ് കൊണ്ട് ആ മനുഷ്യനെ ആക്രമിക്കുന്നു, നാവ് കൊണ്ട് ആ മനുഷ്യനെ പരിഹസിക്കുന്നു, നാവ് കൊണ്ട് ആ മനുഷ്യനെ വേദനിപ്പിക്കുന്നു. അവൻ ഇഷ്ടമുള്ള കാര്യമാകട്ടെ, അവൻ ഇഷ്ടമില്ലാത്ത കാര്യമാകട്ടെ, ഈബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, പരദൂഷണം പറയുന്ന മനുഷ്യന് അല്ലാഹു വൈലെന്ന നരകം കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. അല്ലാതെ കൊതി കൊണ്ട് ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ പിടിച്ചു ബന്ധിക്കണം. നമ്മുടെ നാവിനെ പിടിച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്തിടണം. നമ്മുടെ നാവ് അത് വളരെ വിപത്തേറിയ ഒരു അവയവമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ നരകമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് നമ്മളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി അവനിൽ ഉള്ള കാര്യമാവട്ടെ, അവന്റെ പ്രവൃത്തിയിലുള്ള കാര്യമാവട്ടെ, അവൻ ഇഷ്ടമുള്ളതാവട്ടെ ഇഷ്ടമില്ലാത്തതാവട്ടെ, ഒരിക്കലും നമ്മുടെ നാവിൽ നിന്നും പറയാൻ പാടില്ല. ആ മനുഷ്യന്റെ പൊരുത്തമില്ലാത്തതായ ഒരൊറ്റ കാര്യവും നമ്മുടെ നാവിൽ നിന്നും വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ഹുമസാ, നിങ്ങൾക്ക് വൈലെന്ന നരകമുണ്ടെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലദീ, ആ മനുഷ്യന്മാരുടെ വിശേഷങ്ങൾ പിന്നീട് പറയുന്നുണ്ട് അല്ലാഹു. ജമഅ മാലഹു വഅദ്ദദ, അവൻ സമ്പത്തുള്ള മനുഷ്യനായിരിക്കാം, വലിയ രീതിയിൽ സമ്പത്തുകൾ കൂട്ടിയ മനുഷ്യനായിരിക്കാം. വഅദ്ദദ, എല്ലാ ദിവസവും അവന്റെ ബാങ്കിന്റെ ബാലൻസ് അവൻ അതാ സെർച്ച് ചെയ്യുന്നു. ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവന്റെ ബാങ്ക് ബാലൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് വഅദ്ദദ, സമ്പത്ത് എണ്ണിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്, സമ്പത്തുകളെല്ലാം വാരിക്കൂട്ടിയ മനുഷ്യനാണ്. അല്ലാഹു സൂചിപ്പിക്കുന്നു, അധികാരമായാലും പവറുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും എത്ര വലിയവനായാലോ മോനെ, നിന്റെ നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലാഹു വൈലെന്ന നരകത്തിലേക്ക് നിന്നെ പിടിച്ചകത്തിടുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നിട്ടോ യഹ്സബു അന്ന മാലഹു അഖ്ലദ. എത്ര സുന്ദരമായ സത്യമാണ്, എത്ര സുന്ദരമായ സത്യമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവന്റെ വിചാരം എന്താണ്? അവന്റെ വിചാരം എന്താണ്? ഈ സമ്പത്ത്, എന്റെ കയ്യിലുള്ള സമ്പത്ത്, ഇപ്പൊ എന്റെ ബാലൻസ് കാണുന്നു 10,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ 30,000, ഈ ബാലൻസ് അഖ്ലദ, അതെന്നും നിലനിൽക്കുമെന്ന് അവൻ വിചാരിക്കുന്നു. അവന്റെ പ്രൗഢിയും അവന്റെ സൗകര്യങ്ങളും അവന്റെ എല്ലാ കാരണങ്ങളും കാര്യങ്ങളും അല്ലാഹു കൊടുത്തതാണ്. ഈ കാര്യങ്ങളെല്ലാം അവനിൽ എന്നെന്നും ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. അവൻ വിചാരിക്കണം ഈ പൈസയൊക്കെ എന്നെന്നും ഉണ്ടാകും. എത്ര വലിയ സമ്പത്ത് കൂട്ടിച്ചേർത്താലും എല്ലാം ഒരൊറ്റ നിമിഷത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയപ്പെടും.
റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ബാങ്കിന്റെ ബാലൻസ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 20 30 ഉണ്ടെങ്കിൽ റൂഹ് പോയാൽ കഴിഞ്ഞില്ലേ? എന്തുകൊണ്ട് പോകും? അവന്റെ ധാരണ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. കൊണ്ടാണ് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നു. ഇവിടുത്തെ വാഹനം, ഇവിടുത്തെ സുഖങ്ങൾ, ഇവിടുത്തെ എല്ലാം സുഖമായി ഇവിടെ എന്നും ഉണ്ടാകുമെന്ന് ധരിക്കുന്നെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. യഹ്സബു അന്ന മാലഹു അഖ്ലദാ കല്ലാ കല്ലാ. ഖുർആൻ പറയില്ല മോനെ, ഇല്ല മക്കളെ, നിങ്ങളെ സമ്പത്ത് അതെന്നും ഇവിടെ കാണൂല, നിങ്ങളെ സൗകര്യങ്ങൾ കാണൂല, നിങ്ങളെ പവർ കാണൂല, നിങ്ങളെ അധികാരങ്ങൾ കാണൂല. ഒരു രീതിയിലും നിങ്ങൾ സുഖിക്കുന്ന ഒരു സൗകര്യങ്ങളും ഇവിടെ എന്നെന്നും നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കല്ലാ, ഉണ്ടാവുകയില്ല. ലയുംബദന്ന ഫിൽ ഹുതമാ. അങ്ങനെ അധികാരം കൊണ്ടും പണം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇവിടെ അഹങ്കരിച്ച് അവന്റെ നാവ് കൊണ്ട് കാണുന്നതെല്ലാം പറഞ്ഞ് പാവങ്ങളെയും അല്ലാത്തവരെയും നാവ് കൊണ്ട് ഉപദ്രവിച്ച് പരദോഷം പറഞ്ഞ് ഈ പത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് മനുഷ്യനെ എന്ന് പറയുന്ന വേറൊരു നരകത്തിലേക്ക് അല്ലാഹു എറിയപ്പെടും. അല്ലാഹു എടുത്തെറിയപ്പെടും. വിശുദ്ധ ഖുർആൻ പറയുന്നു, എടുത്തെറിയപ്പെടും. അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദാ. എന്നിട്ടോ ആ നരകത്തിലേക്ക് എടുത്തെറിയുമ്പോൾ അവന്റെ ഹൃദയങ്ങളിലേക്ക് ഈ തീ ഇങ്ങനെ ആവരണം ചെയ്യും. ഈ തീ ഇങ്ങനെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആവരണം ചെയ്യുമ്പോ ഇന്നഹാ അലൈഹിം മുഅ്സദാ. അവന്റെ ചുറ്റിലേക്ക് അതിനെ ആളി കത്തിക്കുന്നു. അല്ലാഹു ഹുത്തമിക്കാത്തിട്ട് കൊണ്ട് ആളി കത്തിക്കുകയാണ്. എന്നിട്ടോ ഇന്നഹാ അലൈഹിം മുഅ്സദാ ഫീ അമലിൻ മുമദ്ദദാ. ഒരു തൂണുകൾ ഇങ്ങനെ ചുറ്റും. അവന്റെ തൂണിന്റെ ഉള്ളിലാണ് ഇവൻ അകപ്പെടുന്നത്. ഒരു റൂമാണെങ്കിൽ അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടിപ്പോകാൻ പറ്റും. നമുക്കൊരു വേദന എടുക്കുമ്പോൾ നമ്മൾ കൈയെടുത്ത് അനക്കുന്നത് പോലെ ഒരു റൂമിന്റെ അകത്താണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അല്പം ആശ്വാസം കിട്ടും. ഇതങ്ങനെയല്ല, ഒരു തൂണ്, ആ തൂണിന്റെ അകത്തിട്ടിട്ടാണ് അല്ലാഹു കത്തിക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ലെഫ്റ്റോ റൈറ്റോ ഒന്നും ചലിക്കാൻ പോലും പറ്റാതെ കത്തിക്കൊണ്ട് വേദന അനുഭവിക്കുന്ന ഹുദമയിലേക്ക് അല്ലാഹു വലിച്ചെറിയപ്പെടുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. സമ്പത്ത് തന്നവൻ അല്ലാഹ്, അധികാരം പവറും തന്നവൻ അല്ലാഹ്, വാഹനങ്ങളും എല്ലാം തന്നവൻ അല്ലാഹ്. ആ അള്ളാഹുവിനെ എന്നും ശുക്ർ ചെയ്യാനും ആ അള്ളാഹുവിനെ എന്നും ഓർക്കുന്നവനുമായി മാറി നന്ദിയുള്ളവരാവണം. നാവ് കൊണ്ട് ഒരാളെ നമ്മൾ വേദനിപ്പിക്കരുത്. ഒരാൾക്ക് ഇഷ്ടമുള്ളതാവട്ടെ ഇഷ്ടമില്ലാത്തത് അവന്റെ പ്രസൻസിലോ അവന്റെ ആബ്സൻസിലോ നമ്മൾ പറയരുത്. അത് അവന്റെ ഉള്ളിൽ പൊരുത്തം ചോദിച്ച് അവനത് ഓക്കെ ആണെങ്കിൽ എന്ന രീതിയിൽ പോലും സൂക്ഷിക്കണമെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ ഗൗരവത്തിൽ വിഷയം കാണണം. നമ്മൾ തമാശയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറയും നാവുകൊണ്ടൊക്കെ, പക്ഷെ ഇതായിരിക്കും നാളെ ആഖിറത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് ആ ഗൗരവത്തിൽ നമ്മൾ ഉണ്ടാവണം. അതുകൊണ്ട് എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും എത്ര പവർ ഉണ്ടെങ്കിലും ഇവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം അസ്രാഈലിന്റെ റൂഹിന്റെ മുമ്പിൽ കഴിഞ്ഞു, എല്ലാം അവിടെ അവസാനിച്ചു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒന്നും നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസമാണ് ഇറാനിന്റെ പ്രസിഡന്റ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇത്ര വലിയ സമ്പത്തിന്റെ ഉടമസ്ഥന, അധികാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? അയാളെ പ്രൊട്ടക്ഷൻ എന്തെങ്കിലും കുറവുണ്ടോ? അദ്ദേഹം സഞ്ചരിച്ചു പോയ ഹെലികോപ്റ്റർ കാണാനില്ലായിരുന്നു. ഇത്ര സംവിധാനങ്ങളിലാണ് പോകുന്നത്. ഓരോ പാടങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു വിട്ടുതരികയാണ്. ആ പോയത് മണിക്കൂറുകൾക്കുള്ളിൽ ആ വിമാനത്തിന്റെ ആ പോയ റൂട്ട് കാണാൻ പോലും പറ്റുന്നില്ല, സാറ്റലൈറ്റിൽ പോലും. തുർക്കിയുടെ സേനയാണ് അവസാനം പോയി അന്വേഷിക്കുന്നത്. അവസാനം അദ്ദേഹത്തിന്റെ ബോഡി പോലും കിട്ടാതെ കത്തിക്കരിഞ്ഞു പോയില്ല ഇറാന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റഈസി. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. നമുക്കറിയാം, തെഹ്റാനിൽ നിന്നും 600 കിലോമീറ്റർ അകലെയുള്ള ഈസ്റ്റ് അസർബൈജാന്റെ സമീപത്തുള്ള ജോൽസ് വനമേഖലയിൽ അകപ്പെട്ടുപോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ ഹെലികോപ്റ്റർ സഞ്ചരിച്ചതും എങ്ങനെയും. അത് കൊല്ലപ്പെട്ടെന്ന വാർത്ത അത് എങ്ങനെ ആവട്ടെ, എങ്കിലും ആ മനുഷ്യൻ കഴിഞ്ഞു. അവരൊക്കെ ഇവിടെ ആഗ്രഹിച്ചതും സുഖിച്ചതും സന്തോഷവും വലിയ പവർ കൊണ്ട് ജീവിച്ചവരാണ്. അവരുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി കൊടുത്തില്ല നമുക്കറിയില്ല. എങ്കിലും ഇവിടുത്തെ പവർ അനുസരിച്ചും സമ്പത്തനുസരിച്ചും ജീവിച്ചവരാണ്. ഒരു നിമിഷം കൊണ്ട് അതെല്ലാം കഴിഞ്ഞുപോയി. ഒരു നിമിഷം കൊണ്ട് അല്ലാഹുവിന് സാധ്യമാകാത്തതൊന്നുമില്ല. ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകുൻ.